ഹായ് ഗൈസ്, ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ മറ്റേ LPGയുടെ ഭയങ്കര ഷോർട്ടേജാണ്. കുറേയൊക്കെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തേക്കാണ്. എൻ്റെ ഹോട്ടലിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താമസിയാണ്ട് തന്നെ മൊത്തത്തിൽ LPGയുടെ ഒരു ഷോർട്ടേജിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ വളരെ മിനിമൽ ആണെങ്കിൽ കൂടി കുറച്ചുകൂടി രൂക്ഷമായിട്ട് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയത്തെ സാധനങ്ങളുടെ ഇനിയിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യ സാധനങ്ങളുടെ വിലയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ LPG കിട്ടാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് മെയിൻ വില കൂടാൻ പോകുന്ന സാധനം നമ്മുടെ ഈ വിറകില്ലേ. നമ്മളിപ്പോൾ മറ്റേ വിറക് പണ്ടത്തെ പോലെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നോ കുടിയിൽ നിന്നൊന്നും പോയി എടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ല. അങ്ങനെ ഒരു പറമ്പ് കൂടിയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുക ചെയ്യുന്നത്. ഈ മരം കട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്നും അങ്ങനത്തെ മില്ലിൽ നിന്നൊക്കെയല്ലേ നമ്മൾ വിറക് മേടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ വിറകിന് നല്ല വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് സർവൈവലിനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. ഇതിപ്പോൾ പറഞ്ഞാൽ ഇന്നോ നാളെയോ പറഞ്ഞ വില കൂടുമെന്നല്ല ഞാൻ പറഞ്ഞു. മേ ബി അടുത്തൊരു 2-3 മാസത്തിലോ ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ യുദ്ധം എപ്പോൾ തീരുമെന്ന് അറിയില്ലല്ലോ. എല്ലായിടത്തും കിടക്കുന്ന യുദ്ധം നമ്മളെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുകയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. സോ നമ്മുടെ എക്കോണമി കുറച്ച് ഡൗൺ ആകും. അത് പിന്നെ എപ്പോൾ മര്യാദയ്ക്ക് വരുമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ സ്റ്റേ സേഫ്, കുറച്ച് പ്രിക്കോഷനൊക്കെ എടുക്കുക, ബെറ്ററായിട്ടിരിക്കുക. ഓക്കെ, ബൈ.